ജീവിതത്തിൽ ഒരിക്കൽ പോലും തന്റെ അനാഥശാലയിലെ ഒരു അന്തേവാസിയെയും യത്തീം എന്ന് വിളിച്ചിട്ടില്ലാത്ത ഹാജി ഭാഷയിലും പെരുമാറ്റത്തിലും സമഭാവനയുടെ ഉത്കൃഷ്ട സാംസ്കാരിക തലങ്ങൾ വികസിപ്പിക്കുകയും അത് തന്റെ പിൻഗാമികളിലേക്ക് പ്രസരണ നഷ്ടമില്ലാതെ കൈമാറുകയും ചെയ്തു. ഓർഫനേജിന്റെ കീഴിൽ കുട്ടികൾ പറഞ്ഞൊരു പുസ്തകം അന്ന് ഇറങ്ങിയിരുന്നു. എനിക്ക് ആ പുസ്തകം വായിക്കാൻ കിട്ടുമായിരുന്നു. അങ്ങനെ അതിലത്തെ കഥകളൊക്കെ കണ്ടപ്പോൾ ഞാനും ഒരു കഥകൾ അന്ന് എഴുതി മാസികർക്ക് അയക്കാൻ വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ആ ഗേറ്റിൻ്റെ അടുത്ത് നിൽക്കുക. പുറത്തു പോകാൻ ഞങ്ങൾക്ക് പാടില്ല. അപ്പോൾ അത് ആരക്കൊണ്ടയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുക. പെട്ടെന്നാണ് മുരിങ്ങോജി കടന്നു വരുന്നത്. അപ്പോൾ എൻ്റെ കയ്യിലെ കവറ് തിരിച്ചു വാങ്ങുകയും ചെയ്തു. അപ്പോൾ എന്നെ ഓഫീസിലേക്ക് വിളിച്ച് അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ കഥ എഴുതാം. ഈ കഥ എഴുതുമ്പോൾ ഞങ്ങളറിയാതെ കഥ എഴുതാൻ പാടില്ല, എൻ്റെ കഥ അവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കഥ വാങ്ങി വെച്ചു. പക്ഷേ പിറ്റേത്തെ മാസം ആ മാസിക പിന്നെ അടിച്ചു വന്നപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി. കാരണം എൻ്റെ ജീവിതത്തിൽ ആദ്യത്തെ കഥ ആ മാസികയിലുണ്ട്. അത് മുരിങ്ങോജി എന്നെ നേരിട്ട് അങ്ങോട്ട് അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മളെ എല്ലാ രംഗത്തും പ്രോത്സാഹിപ്പിക്കുകയും നമുക്ക് വേണ്ട എല്ലാ പിന്തുണയും തരുന്ന ഒരാളാണ് മുരിങ്ങോജി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ചരിത്രം നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, അവർക്കത് മാതൃകയാക്കണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായങ്ങൾ. കാരണം ഇന്നത്തെ ഈ തലമുറക്ക് ഇത് അത്യാവശ്യമാണ്. നമ്മൾ കൈവിട്ടു പോകുന്ന പലതും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കേണ്ടതുണ്ട്.